നമസ്കാരം. മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ അത് ബാബു ആന്റണിയാണ്. 90കളിൽ ജനിച്ചവരുടെ ചൈൽഡ്ഹുഡ് മനോഹരമാക്കാൻ ബാബു ആന്റണി ചെയ്ത കഥാപാത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മലയാളികൾക്ക് അത്രയധികം പരിചയമില്ലാത്ത ആക്ഷൻ രംഗങ്ങൾ സ്ക്രീനിൽ കൊണ്ടുവന്ന് കയ്യടി നേടിയ അഭിനേതാവ്. കരിയറിന്റെ തുടക്കത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബാബു ആന്റണി ഫാസിൽ സംവിധാനം ചെയ്ത പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായത്. ചിത്രത്തിലെ വില്ലൻ വേഷം കരിയറിലെ നാഴികക്കല്ലുകളിൽ ഒന്നായി മാറി. ഈ സിനിമയുടെ 4 റീമേക്കിലും വില്ലനായി എത്തിയത് ബാബു ആന്റണി ആയിരുന്നു. ബാബു ആന്റണി നായകനായെത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ചന്ത. സുനിൽ സംവിധാനം ചെയ്ത് 1995 പുറത്തിറങ്ങിയ ചിത്രം അക്കാലത്തെ വൻ വിജയമായി മാറിയിരുന്നു. ഇപ്പോഴിതാ താൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ആക്ഷൻ സിനിമയിലോ ആക്ഷൻ സീനിലോ ഇതുവരെയും തനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പണ്ടൊട്ടും സേഫ്റ്റി അല്ലാതെയാണ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങൾ ചെയ്തതെന്നും ബാബു ആന്റണി ഇപ്പോൾ പറയുകയാണ്. ആക്ഷൻ സീനുകളിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഒന്നും സംഭവിക്കരുതെന്ന് നോക്കി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. റിയൽ ഫൈറ്റിലെല്ലാം മത്സരിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ 1 or 2 കിട്ടിയാലും എന്നെ അത് ബാധിക്കില്ല. മാർഷൽ ആർട്സ് പരിശീലിച്ചതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ശരീരത്തെ സ്പർശിക്കാതെ ആക്ഷൻ സീനുകളിൽ അഭിനയിക്കാൻ കഴിയും. നമുക്ക് കൃത്യമായി കൈയും കാലുമെല്ലാം എവിടെ വരെ പോകുമെന്ന് വ്യക്തമായി അറിയാൻ സാധിക്കും. 3-ാം മുറയിൽ ലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ എന്നെ ഗ്ലാസ്സിലിട്ട് അടിക്കുന്ന സീനുണ്ട്. അങ്ങനെ കൈയും കാലുമെല്ലാം മുറിഞ്ഞിട്ടുമുണ്ട്. അന്നെല്ലാം അടികൊണ്ട് വീഴാൻ ഒരു കട്ടിയുള്ള ബെഡാണ് ഉണ്ടാകുക. അതിലേക്ക് വീണാൽ തന്നെ നടുവൂടിയും. എന്റെ സിനിമകളിൽ ഒരിക്കലും രക്തക്കറകൾ ഉണ്ടാവരുത്, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രംഗങ്ങൾ ഉണ്ടാവരുതെന്നും മതമൈത്രിയോടെയുള്ള സംഭാഷണങ്ങൾ ആയിരിക്കണമെന്നും അശ്ലീല പദപ്രയോഗങ്ങൾ ഉണ്ടാകരുതെന്നും എനിക്ക് നിർബന്ധമുള്ള ഒന്നായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ആക്ഷൻ രംഗങ്ങളെ ഇപ്പോഴും പ്രേക്ഷകർ സ്നേഹിക്കുന്നതും. ഇതാണ് മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ ഇപ്പോൾ പറയുന്നത്. ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നുമുണ്ട്.